കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ബിജെപിക്കെതിരായ 61% വരുന്ന മതേതര വോട്ടുകൾ വ്യത്യസ്ത സ്ഥാനാർത്ഥികൾക്കായി വിഭജിക്കപ്പെടുന്നത് അവസാനിപ്പിക്കാൻ നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള കോൺഗ്രസ് പാർട്ടി ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം മറന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP. എടക്കര പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരന്റെ കോൺഗ്രസാണ് ശ്രമിച്ചത്. ആ കോൺഗ്രസാണ് ഈ പരാജയത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റാണ് കോൺഗ്രസിന് ബീഹാറിൽ കിട്ടിയത്? ഇപ്പൊ വീണ്ടും അതിനേക്കാൾ കൂടുതൽ സീറ്റ് വാങ്ങി മത്സരിച്ച് 5ഓ 6ഓ സീറ്റുകളിലേക്ക് ചുരുങ്ങിപ്പോയ 10% സീറ്റിന്റെ വിജയം പോലും ഇല്ലാത്ത കോൺഗ്രസ് ഇപ്പോഴും അധികാരത്തിന് വേണ്ടിയുള്ള അമിതമായ ആർത്തി മൂലം ഈ മുന്നണിയെ ദുർബലപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതല്ലേ യഥാർത്ഥ പ്രശ്നം. BJPയെ പരാജയപ്പെടുത്താൻ കഴിയാത്ത ശക്തിയല്ല. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും 39% വോട്ടിന്റെ പിന്തുണ മാത്രമുള്ള മുന്നണിയാണ് BJPയുടെ മുന്നണി. അവരെ പരാജയപ്പെടുത്താൻ കഴിയാത്തത് അവർക്കെതിരായി വോട്ട് ചെയ്യുന്ന 61% ആളുകളുടെ വോട്ടും വ്യത്യസ്ത സ്ഥാനാർത്ഥികൾക്കായി വിഭജിക്കപ്പെട്ടു പോകുന്നതുകൊണ്ടാണ്. ആ വിഭജനം അവസാനിപ്പിക്കാൻ ആരാണ് നേതൃത്വം കൊടുക്കേണ്ടത്? അതിന് നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം മറന്നുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം എന്നത് BJPയുടെ മുദ്രാവാക്യമാണ്, ഇടതുപക്ഷത്തിന് പ്രഖ്യാപനമല്ല. കോൺഗ്രസ് മുക്ത ഭാരതം ഞങ്ങൾ രൂപീകരിക്കും, ഇവിടെ സൃഷ്ടിക്കുമെന്ന് പറയുന്നത് BJP ആണെങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കുന്നത് ആരാണ്? പണിയെടുക്കുന്നത് കോൺഗ്രസ് ആണ്. BJP വിചാരിച്ചാൽ അത് എളുപ്പ യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല. അത്രമാത്രം ഇന്ത്യൻ മതേതര മനസ്സുകളിൽ അടിയുറച്ച ആഴത്തിൽ വേരോടിയിട്ടുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള പാർട്ടിയാണ്. ആ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് ആരാണ്? BJPയേക്കാൾ കൂടുതൽ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് എന്നതിലെ വസ്തുത. ഇപ്പൊ ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നയിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം സൃഷ്ടിക്കുമെന്ന് പറയുന്നത് BJP ആണെങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കുന്നത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം ആരോപിച്ചു. K വിനയരാജൻ അധ്യക്ഷത വഹിച്ചു. T രവീന്ദ്രൻ, U ഗിരീഷ് കുമാർ, P ഷബീർ, M മുജീബ്, M ഉമ്മർ, PK ജിഷ്ണു, ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവർ സംബന്ധിച്ചു. മുസ്ലിയാരങ്ങാടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ബസ് ടെർമിനൽ പരിസരത്ത് സംഗമിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.